കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ, നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസിയുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അവസാനത്തെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ ധ്യാനിച്ചത്. അതിൻ്റെ അവസാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? വൺ ഗോഡ്, ഫാദർ ഓഫ് ഓൾ, ഹൂ ഈസ് അബവ് ഓൾ, ത്രൂ ഓൾ ആൻഡ് യു ഓൾ. എന്ന് പറഞ്ഞാൽ ദൈവമായി ഇതിൻ്റെ എല്ലാം കൺട്രോൾ. ഇറ്റ് ഈസ് ഗോഡ് ക്രിയേറ്റഡ്. ഈ ലോകം എന്ന് പറയുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഗോഡ് കൺട്രോൾഡ്, ഗോഡ്സ് പ്രൊവിഷൻ ടു കീപ്പ് ഇറ്റ് ഗോയിങ് ആൻഡ് ഗോഡ് ഫില്ലിങ് എവറിഥിങ്. അതാണ് അവസാനത്തെ വാക്യത്തിൻ്റെ അർത്ഥം. ദൈവം തന്നെ സൃഷ്ടിച്ചു, ദൈവം തന്നെ പരിപാലിക്കുന്നു, ദൈവം തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ദൈവത്താൽ ഇത് നിറഞ്ഞിരിക്കുന്നു. അഥവാ ആ ദൈവം ആരാന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തം പിതാവാണ്. ആ ഒരു ഫാദർലി ഫിഗറായി വൺ ഫാദർ, വൺ ഗോഡ്, വൺ സ്പിരിറ്റ്, അതെല്ലാം നയിക്കുന്നത് ഒന്നാണെന്ന് പറഞ്ഞ ശേഷം പെട്ടെന്ന് അതിൻ്റെ ഫങ്ഷണൽ, ഇത് റെസ്പോൺസിബിലിറ്റി, അത് ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പെട്ടെന്ന് പൗലോസ് അതിൻ്റെ ഫങ്ഷൻസിലോട്ട് കയറുക. ഫങ്ഷൻസിലോട്ട് കയറുമ്പോൾ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ബട്ട് ടു ഈച്ച് വൺ ഓഫ് അസ് ഗ്രേസ് വാസ് ഗിവൺ അക്കോർഡിംഗ് ടു ദ മെഷർ ക്രൈസ്റ്റ് ഗിഫ്റ്റ്. ദൈവം ദാനമായി തനിക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവശക്തി അല്ലെങ്കിൽ ഗ്രേസിന് തക്കവണ്ണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ തക്കവണ്ണം. ചിലർ പെട്ടെന്ന് എനിക്കിത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ കൊള്ളാമെന്ന് പറയും, ചിലർ ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷകനായ കൊള്ളാം. പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന മച്യൂരിറ്റി അനുസരിച്ചായിരിക്കും ദൈവം ദാനം തരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് ഒരിക്കലും നിങ്ങളും ഞാനും നഷ്ടപ്പെടരുത്. നിത്യജീവനായ ഏറ്റവും വലുത് ഈ സാരമായ ലോകത്തിൽ, അഥവാ ഏറ്റവും ചെറിയ ചുരുക്കത്തിൽ നമ്മൾ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ലോകത്തിൽ കാണാമല്ലേ, ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ ആയുസ്. മൂക്കിലെ ശ്വാസം പോലും എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അത്രയും ഉറപ്പില്ലാത്ത ജീവിതത്തിൽ പോലും ആൾക്കാർ തൻ്റെ ഇടത്തോടെ സംസാരിക്കുകയും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയും മറ്റുള്ളവരെ നശിപ്പിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ തിരുവെഴുത്ത് പറയാം, സ്വർഗത്തിൽ ദൈവം ഇരുന്ന് ഇത് കണ്ട് ചിരിക്കുക. ഫ്രജൈൽ മൈൻഡ്, ഗ്രേസ്, ഹി ഗേവ്സ് അസ് ഗ്രേസ്. തൻ്റെ ശക്തിയാൽ ഹി ഗേവ് ടു ഈച്ച് വൺ ഓഫ് അസ് ഗ്രേസ് ദാറ്റ് വാസ് അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ക്രൈസ്റ്റ്സ് ഗിഫ്റ്റ്. ഒരു ദാനമായി, കൃപയായി. അതിനെ കൃപാവരം എന്ന് പറയും. ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ വലിയ ആളാണെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരെയും അവരവർക്ക് താങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ കപ്പാസിറ്റിക്കകത്ത് ദൈവം കൊടുക്കുക. ഇപ്പോൾ സ്വർഗവിരുന്നിൽ ആയിരക്കണക്കിന് ആത്മാക്കളുണ്ട്. അപ്പുറത്തെ ഒരു സഭയ്ക്കകത്ത് 10 പേരേ ഉള്ളൂ. ഒരിക്കലും എനിക്ക് ആ 10 പേര് നടത്തുന്ന പാസ്റ്ററിനെ തരം താഴ്ത്തി കാണാൻ അനുവാദമില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, അതിന് ദൈവം അത് കൊടുത്തു. ഗോഡ് സോ സംതിങ് ഗ്രേറ്റ് ഇൻ മീ ഓർ ലവ്ഡ് മീ സോ മച്ച് ഓർ ഐ കനോട്ട് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗളം വരാൻ പാടില്ല. ദൈവത്തിൻ്റെ കൃപയായി ഇവിടെ ഞാൻ ഇരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്, ഇറ്റ്സ് ഓൾ ഗ്രേസ്. അങ്ങനെ ആയിരിക്കുന്ന
ഒരു ആ കൃപയാൽ ക്രിസ്തു ദാനമായി തന്നിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തിന് ദാനമായി കൊടുത്തു എന്ന് പറഞ്ഞ ശേഷം താഴെ എഴുതുന്ന വെൻ ഹി അസെൻഡഡ് ഓൺ ഹൈ ആൻഡ് ലെഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ് ആൻഡ് ഗേവ് മെൻ ഗിഫ്റ്റ്സ് ടു മെൻ. നൗ ദിസ് ഹി അസെൻഡഡ്, what does it mean but that he also first descended into the lower parts of the earth? He who descended is also the one who ascended far above the heavens that he might fill all the things. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വചനം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 68 അതിൻ്റെ 18-ാം വാക്യത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഉച്ചാരണമാണ്. ആൻഡ് ഹി അസെൻഡഡ് ആൻഡ് ലെഡ് ക്യാപ്റ്റിവിറ്റീസ് ക്യാപ്റ്റീവ്. Psalm 68:18. You have ascended on high and you have led captivity captive, that you have received gift among men. You have received. ഇത് സങ്കീർത്തനം 68 അതിൻ്റെ 18-ൽ നിന്നും പൗലോസ് എടുത്തു പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. സങ്കീർത്തനം 18-നകത്ത് പറഞ്ഞിരിക്കുന്നത് യു ഹാവ് റിസീവ്ഡ് ഗിഫ്റ്റ്സ് ഫ്രം മെൻ. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് യു ഹാവ് ഗിവൺ ഗിഫ്റ്റ് ടു മെൻ. രണ്ടുച്ചാരണം, ഒന്ന് വാങ്ങിച്ചു, ഇതൊരു കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു രാജാവിൻ്റെ ചിത്രം. രാജാവ് തൻ്റെ വിശുദ്ധ മലയിൽ, അല്ലെങ്കിൽ തൻ്റെ ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഒരു യുദ്ധം ജയിച്ച ശേഷം താൻ ബന്ദികളെല്ലാം പിടിച്ചുകൊണ്ട്, ചങ്ങലയിൽ പിടിച്ചുകൊണ്ട് വലിയ ഘോഷയാത്രയായി തൻ്റെ മടങ്ങി സിംഹാസനത്തിലേക്ക്, ഉയരത്തിലേക്ക് പോകുന്ന ഒരു ഘോഷയാത്രയാണ് ഇതിനെ മുഴുവൻ സിഗ്നിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു രാജാവ് യുദ്ധം ജയിച്ചു വരുമ്പോൾ താൻ മനുഷ്യരിൽ നിന്നും ഗിഫ്റ്റ്സ്, ഉപഹാരങ്ങൾ, ഗിഫ്റ്റ്സ് സ്വീകരിക്കുക ചെയ്യുന്നത്. എന്നാൽ ഈ രാജാവ് അങ്ങനെയല്ല. രാജാവ് ഇറങ്ങി യുദ്ധം ചെയ്ത് പിശാചും തൻ്റെ സകല സൈന്യത്തെയും തോൽപ്പിച്ച ശേഷം താൻ ദാനം വാങ്ങിക്കുകയല്ല ചെയ്തത്, താൻ ദാനം കൊടുക്കുക ചെയ്തത്. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് കാണാം. പഴയ നിയമവും പുതിയ നിയമത്തിലുള്ള കോൺട്രാസ്റ്റ്. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറയാണ് ആൻഡ് യു റിസീവ്ഡ് ഗിഫ്റ്റ് ഫ്രം മെൻ. ഇവിടെ എഴുതിയിരിക്കുകയാണ് ആൻഡ് യു ഗേവ് ഗിഫ്റ്റ് ടു മെൻ. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ വേലക്കാരോട് അല്ലെങ്കിൽ ദാസന്മാരോട് താൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഐ എം എ ജിയലസ് ഗോഡ് ആൻഡ് ഡിമാൻഡ് ചെയ്യുക ഗിഫ്റ്റ്, ഡിമാൻഡ് ചെയ്യുക സാക്രിഫൈസ്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അതേ ദൈവം അപ്പനായി, ആ അപ്പൻ്റെ ഹൃദയം, അപ്പൻ്റെ സ്നേഹത്തിൽ കൊടുക്കുന്നതായി, തൻ്റെ സ്വന്തം പുത്രനെ പോലും കൊടുക്കാനായി തയ്യാറായി നിൽക്കുന്ന ഒരു പിതാവ്. പുതിയ നിയമവും പഴയ നിയമത്തിലെ ഒരു ഏറ്റവും വലിയ അന്തരം. അതേ ദൈവം എന്നാൽ ഇവിടെ യജമാനനായി നിൽക്കുമ്പോൾ ഇവിടെ ഒരു അപ്പനായി മാറുകയാണ്, സ്നേഹം കൊണ്ട് നിറയുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ യേശുവിനെക്കുറിച്ചാണ് താൻ പറയുന്നത്. യേശുവിനെക്കുറിച്ച് പറഞ്ഞു പറയാണ്, താൻ രാജാവായിരുന്നിട്ടും ദൈവമായിരുന്നു താൻ യുദ്ധത്തിന് വന്ന് ആ യുദ്ധം തോൽപ്പിച്ച ശേഷം താൻ ആ യുദ്ധം ജയാളിയായി മടങ്ങി വന്ന് നമുക്ക് ദാനങ്ങൾ തരുക ചെയ്തത്. ആൻഡ് ഹി ഗേവ് ഗിഫ്റ്റ് ടു മെൻ. എത്ര നല്ല രാജാവ്, എത്ര നല്ല സഖിയ, എത്ര നല്ല അപ്പന. അത് കഴിഞ്ഞ് അതേ വചനത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആൻഡ് ഹി ഹു ഡിസെൻഡഡ് ഈസ് ഓൾസോ ദ വൺ ഹു അസെൻഡഡ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വ്യത്യാസമൊന്നുമില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം പറയാണ് ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഹി ഈസ് ദ സെയിം. അതാ 10-ാമത്തെ വാക്യം പറയുന്നത് ഹി ഹു ഡിസെൻഡഡ്. ഇവിടെ മനുഷ്യനായി വന്ന ദൈവം മഹത്വത്തിൽ നിറഞ്ഞ അതേ യേശുവാണ്
ദ വൺ ഹു അസെൻഡഡ് ആൻഡ് ഈസ് ഫാർ അബവ് ദി ഹെവൻസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ഇരിക്കുന്ന ആ യേശു ക്രിസ്തുവിൽ ഇന്നും വ്യത്യാസമൊന്നുമില്ല. ദ വൺ ഹു ഡിസെൻഡഡ് ഈസ് ദ വൺ ഹു അസെൻഡഡ് എന്ന് പറഞ്ഞാൽ ഇന്നും യേശുവിൻ്റെ ഹൃദയമാ നഷ്ടപ്പെടുന്നവരെ നേടണം, ഇന്നും യേശുവിൻ്റെ ഹൃദയമാ രോഗികളെ സൗഖ്യമാക്കണം, ഇന്നും യേശുവിൻ്റെ ഹൃദയങ്ങളാ പാപങ്ങൾ മോചിക്കപ്പെടണം, ഇന്നും യേശുവിൻ്റെ ഹൃദയം ഇറ്റ് ഈസ് ദ സെയിം. ഇന്നും താൻ ജനങ്ങളെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചെതർന്ന് കാണുമ്പോൾ തൻ്റെ മനസ്സ് അലിയ. ഇന്നും എങ്ങനെയായിരുന്നു യേശു ഈ ഭൂമിയിൽ നടന്നപ്പോൾ തനിക്ക് ഉണ്ടായിരുന്ന നഷ്ടപ്പെടുന്നവരെക്കുറിച്ചുള്ള വികാരം അത് തന്നെയാണ് ഇന്നും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വന്നവൻ തന്നെയാ ഉയർത്തെഴുന്നേറ്റതും എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ഇരുന്ന് താൻ ഭൂമിയായിട്ടുള്ള ബന്ധം മാറ്റിയെന്നല്ല. അവിടെ അതാണ് അവസാനിപ്പിക്കുന്നത്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഹീ മൈറ്റ് ഫിൽ ഓൾ ദ തിങ്സ്. താൻ എല്ലാത്തിനെയും അങ്ങ് നിറയ്ക്കുക, ഭൂമിയെ ഇന്ന് തൻ്റെ സ്നേഹത്താൽ നിറയ്ക്കുക. പ്രിയമുള്ളവരെ, വാട്ട് എ ഗ്ലോറിയസ് ഗോസ്പൽ. ഇന്ന് നിങ്ങളും ഞാനും ഇരിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുന്നത്. സാധാരണ രാജാക്കന്മാർ മനുഷ്യരിൽ നിന്നും ദാനം പ്രതീക്ഷിച്ചെങ്കിൽ, മനുഷ്യരിൽ നിന്നും അവർ ജയാളിയായി വരുമ്പോൾ അവർ നന്മ പ്രതീക്ഷിച്ചെങ്കിൽ, ഇവിടെ നന്മ തിരിച്ചു തരുന്നവൻ. ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ ദാനമായി തരാൻ പോലും മടിച്ചില്ല. ഹീ ഡിസെൻഡഡ് ആൻഡ് ഈസ് ദ വൺ ഹു അസെൻഡഡ് above all the heavens that he may fill all the things. അതേ യേശു ക്രിസ്തു, ഒരു വ്യത്യാസമില്ലാത്ത, ഒരു മാറ്റമില്ലാത്ത, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി അതുകൊണ്ട് ഈ ഭൂമിയായിട്ടൊരു ബന്ധമില്ല എന്നല്ല, താൻ എല്ലാത്തിനെയും തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുക. ആൻഡ് ഹി ഫിൽസ് ഓൾ. അതാ തൻ്റെ പേര് തന്നെ, എല്ലാത്തിനെയും നിറയ്ക്കുന്നവൻ്റെ നിറവെന്ന്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അവസാനിപ്പിക്കുന്ന എങ്ങനെ, ആൻഡ് വിച്ച് ഇസ് ഹിസ് ബോഡി ദ ഫുൾനെസ് ഓഫ് ഹിം ഹു ഫിൽസ് ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി ഇരിക്കുകയും, അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3 താക്കോൽ വാക്യങ്ങളാണ്. 1, ജീവിപ്പിച്ചു, ഉയർപ്പിച്ചു, ഇരുത്തി. പാപത്തിലായിരിക്കുന്ന നമ്മളെ ജീവിപ്പിച്ചു, നമ്മുടെ അവസ്ഥകളെ തൻ്റെ ആത്മാവിൻ്റെ നിറവിനാൽ മാറ്റി സ്വർഗീയ സ്ഥലത്ത് ഇരുത്തി. യേശു ക്രിസ്തു ഇരുന്നതിന് ശേഷം സകല അധികാരങ്ങളും, എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെ തന്നെ കൊണ്ട് ഇരുത്തി. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-23. ആൻഡ് ഹി പുട്ട് ഓൾ തിങ്സ് അണ്ടർ ഹിസ് ഫീറ്റ് and gave him over head to all the things to the church, which is his body, the fullness of him who fills all in all. എല്ലാവരെയും എല്ലാത്തിനും നിറയ്ക്കുവാൻ തുടങ്ങി. അത് തന്നെയാണ് ഈ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഈ 10-ാമത്തെ വാക്യം പറയും, ദാറ്റ് ഹി മൈറ്റ് ഫിൽ ഓൾ തിങ്സ്. ഇന്ന് പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിങ്ങളെയും എന്നെയും സ്നേഹിക്കുക അത്ര ചെയ്യുന്നത്. ഇന്നും പാപികളുടെ മാനസാന്തരം ആഗ്രഹിച്ച് നിൽക്കുന്നവനായ യേശു. വാസ്തവത്തിൽ സുവിശേഷ വേല എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നവരെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആ ജീവനാകുന്ന ക്രിസ്തുവിലേക്ക് നടത്തുന്നത് സുവിശേഷം. ഇന്നും കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുന്നവർ തിരിച്ച് കർത്താവിലേക്ക് വരണമെന്നാണ്. വരുന്നവരെ തൻ്റെ ആത്മാവിനാൽ നിറച്ച് തന്നെപ്പോലെ തന്നെ ആക്കി തീർക്കുന്ന, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം നൽകുന്ന കർത്താവിന് സ്തോത്രം. എത്ര മനോഹരമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും എനിക്കും അങ്ങോട്ടൊന്നും കൊടുക്കണ്ട, ഇങ്ങോട്ട് പ്രാപിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ കർത്താവിൽ നിന്നും ഹി ഗിവ്സ്, താൻ ദാനമായി തന്നെത്താൻ തന്നു. അതിനേക്കാളും വലിയ ദാനമില്ലല്ലോ. അതിനോട് കൂടെ സകലതും ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. ആ യേശുവിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഈ തിരുവെഴുത്തിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഗലീല കടലിൽ രോഗികളെ സൗഖ്യമാക്കുകയും
നിരാശിതരെ അവരുടെ ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുകയും യേശു തന്നെ പറഞ്ഞു, അഭിഷേകം എൻ്റെ മേൽ ഉള്ളത് തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുവാനാണ്, ബന്ധിതരെ വിട്ടയക്കുവാനാണ്. ഇന്നും ആ യേശുവിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഹീ ഹൂ ഡിസെൻഡഡ് ഇസ് ദ വൺ ഹൂ അസെൻഡഡ് ആൻഡ് ഫിൽസ് ഓൾ. ഇന്നും കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങളെയും എന്നെയും ഇനിയും നിറയ്ക്കണമെന്നാണ്, ക്രിസ്തുവിനോളം ആയിത്തീരുവാനാണ്. അതിനുവേണ്ടി തൻ്റെ ഗ്രേസ്, തൻ്റെ കൃപ നൽകി നമ്മളെ തൻ്റെ ദാനത്തിൽ നിറയ്ക്കത്രേ ചെയ്യുന്നത്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാം പ്രതിസന്ധികളെ കുടഞ്ഞു കളയണം. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നിരാശകൾ മാറിപ്പോകട്ടെ എന്ന് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവെ വരണം എന്ന് പറയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യേശു നിങ്ങളുടെ തൊട്ട് സമീപേ ഇന്ന് ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട എന്ന് പറയുവാൻ ആ യേശു നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട്. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങൊന്ന് വരണം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. യേശു ഇന്ന് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറും. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഞാൻ അത്ഭുത രോഗസൗഖ്യങ്ങളിൽ വിശ്വസിക്കുന്നു. എത്രയോ സങ്കീർണമായ വിഷയമാണോ, എൻ്റെ യേശുവിനാൽ അസാധ്യമായതൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യം, യേശുവിൻ്റെ നാമത്തിലെ വിടുതൽ, ആ നാമം ഉപയോഗിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനത്രേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേട്ട ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിരാശകളെ മാറ്റി, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി, രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, അത്ഭുത വിടുതലാകട്ടെ എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, നന്ദിയോടെ സ്തോത്രം. എല്ലാത്തിനും നിറയ്ക്കുന്ന കർത്താവിന് സ്തോത്രം. കൃപയിൽ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിയണം. അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ, അത്ഭുത വഴികൾ തുറക്കപ്പെടുന്ന ദിവസമായി മാറട്ടെ. എല്ലാം വാതിലുകൾ അടഞ്ഞിരിക്കുകയെന്ന് വരിയെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു വഴിയുണ്ടെന്നുള്ള ദൃഢനിഷ്ഠയോടെ സന്തോഷിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുത വിടുതൽ നൽകപ്പെടട്ടെ. ഒരു കുഞ്ഞിനെ കർത്താവ് കാണിക്കുകയാണ്. ഒരു മോളാണ്. ആ മോക്ക് സിവിയറായിട്ടുള്ള ഒരു ഇൻഫെക്ഷനായി കിടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യവും വിടുതലും ഓരോരുത്തർക്കും നൽകപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് പറയണം, എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ഹാപ്പി ആൻഡ് ഹെൽത്തി ഡേ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ടുഡേ വി ആർ വെരി പ്രിവിലേജ്ഡ്, ഇൻഡീഡ് വെരി പ്രിവിലേജ്ഡ് ടു ഹാവ് ഡോക്ടർ ജോർജി എബ്രഹാം. ജോർജി എബ്രഹാം നമ്മുടെ പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ എല്ലാം കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. മദ്രാസ് മെഡിക്കൽ മിഷനിലെ ചീഫാണ്, നെഫ്രോളജിസ്റ്റാണ്. സോ ഐ വോണ്ട് ടു വെൽക്കം ഡോക്ടർ ജോർജി Abraham. Welcome to our studio, and also congratulations. Ee prasham you are getting an award of the Roscoe Robinson Award of 2015, which is very prestigious award of the International Society of Nephrology. So TV ഞങ്ങളുടെ ഹെവൻലി ഫീസിലെ TV പ്രേക്ഷകർക്ക് വേണ്ടിയും ഹെവൻലി ഫീസിലെ എല്ലാവരുടെ അംഗങ്ങൾക്കും, and especially on my behalf, I really congratulate you that you are getting an honor. This is an honor, and I'm sure ഈ ദിവസങ്ങളിൽ ഇത് കിഡ്നിയുടെ ഫങ്ഷൻസിനെ കുറിച്ചും and how we can get out of that problem, we can prevent, treat and get out. So over to Dr. Georgie Abraham. Again, welcome you to this program. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ബഹുമാനപ്പെട്ട തങ്കു പാസ്റ്ററും റീച്ച് വേൾഡ് വൈഡും നിങ്ങളെനിക്ക് തന്ന ബഹുമതിക്കും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ തന്ന അവസരത്തിനും വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിലൊക്കെ കൂടുതലായിട്ട് ഐ പ്രൈസ് ഓൾമൈറ്റി ലോർഡ് ഫോർ ദ ഗിഫ്റ്റ് ഹി ഹാസ് ഗിവൺ ടു മീ ടു കം ആൻഡ് സ്പീക്ക് ടു യു, ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. You are ordinary people who are doing an extraordinary work. I am extremely grateful to you. At the same time, I thank for the work you are doing to help people to save lives.
ഈ സെഷൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൈ ആർ വി പ്രസൻറ്റിങ് ദിസ് സെഷൻ, ഒന്ന് ടു എഡ്യൂക്കേറ്റ് അവർ സെൽഫ്. നമ്മുടെ വചനത്തിൽ തന്നെ നമുക്കറിയാം അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാശവും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നത്. ഇഗ്നറൻസ്. ആ കിഡ്നി എന്ന് പറയുന്ന വൈറ്റൽ ഓർഗനാണ്. അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങും അതിൻ്റെ എന്നാ പറയേണ്ടിയ ഡൂസ് ആൻഡ് ഡോൺസും ഇതിനെക്കുറിച്ചൊന്ന് എഡ്യൂക്കേറ്റീവ് ആകാനും മാത്രമല്ല പ്രായോഗികമായ ജീവിതത്തിൽ കിഡ്നിയുടെ പല ഏരിയാസും ടച്ച് ചെയ്യുന്നതായിരിക്കും ഈ ഹോൾ സെഷൻ. നമ്മുടെ കിഡ്നി വൈ ഇസ് ഇറ്റ് എ കോമൺ കില്ലർ എന്ന് പറയുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തും ഈ സൗത്ത് ഏഷ്യൻ റീജിയനിലും, അതായത് നമ്മുടെ രാജ്യത്ത് 1.2 ബില്യൺ മനുഷ്യരുണ്ട്. സൗത്ത് ഏഷ്യൻ റീജിയനിലെല്ലാം കൂടെ 1.75 ബില്യൺ ആൾക്കാരുണ്ട്. പ്രധാന കാരണം കിഡ്നി ഫെയിലിയർ വരുന്നത് ഡയബറ്റീസ് കൊണ്ടാണ്. നമ്മുടെ ഈ രാജ്യങ്ങളിൽ ഡയബറ്റീസ് വളരെ കോമൺ ആണ്. നമുക്കെന്തോ ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ട്. അതുകൊണ്ട് എവറി ഇന്ത്യൻ given the opportunity will become a diabetic. That is what my prediction is. ഈ ഡയബറ്റീസും ഹൈ ബ്ലഡ് പ്രഷറും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് കിഡ്നിയെ ബാധിച്ച് കിഡ്നി ഫെയിലിയർ വരും. മജോറിറ്റി ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് അവർ ടെർമിനൽ കിഡ്നി ഫെയിലിയറിലാണ് ഡോക്ടറെ അടുത്ത് വരുന്നത്. ടെർമിനൽ കിഡ്നി ഫെയിലിയർ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ല. എക്കണോമിക്കലി ദേ ആർ റൂയിൻഡ് ആൻഡ് ദേ കനോട്ട് ഗോ ഫോർ ഡയാലിസിസ് ഓർ ട്രാൻസ്പ്ലാന്റ്. So over 90% of the people in India, they die because they cannot afford treatment. So as you have asked me, the most important cause is diabetes and high blood pressure in India, which leads to kidney failure. I want to ask you, doctor, ഈ നമ്മുടെ കിഡ്നി ഫങ്ഷനെ കുറിച്ച് ഒരു ബ്രീഫ് കാര്യം. കിഡ്നിയെക്കുറിച്ച് കിഡ്നി ഫെയിലിയർ പ്രിവെൻഷനൊക്കെ ആണല്ലോ നമ്മൾ ഈ സെഷനിൽ എഡ്യൂക്കേറ്റീവായിട്ട് എടുക്കുമ്പോൾ I think number one we should understand what the kidney is after all. How is it working? Kidney എവിടെയാണ്, എന്താ ചെയ്യുന്നതെന്നൂടെ ഒന്ന് പറയാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളെ ഗർഭം ധരിക്കുമ്പം തന്നെ 8ാമത്തെ ആഴ്ച മുതലേ കിഡ്നി ഡെവലപ്മെൻറ്റ് തുടങ്ങും. അത് 36ാമത്തെ ആഴ്ച വരെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മൾ 2 കിഡ്നിയായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ 1ൽ 1300 ഒരാൾ 1 കിഡ്നിയായിട്ട് ജനിക്കാം. 4000 ഒരാൾ കിഡ്നി ഇല്ലാതെ ജനിക്കാം. അങ്ങനെയുള്ളവർക്ക് ഉടനെ തന്നെ മരണം സംഭവിക്കും. കിഡ്നി ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. എന്താണ് ഈ കിഡ്നി ചെയ്യുന്നത്? ഈ കിഡ്നികൾ രണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ താഴെ ബാക്കിലാണ് ഇരിക്കുന്നത്. 2 കിഡ്നിയുണ്ട്. ഓരോ കിഡ്നിയും 150 ഗ്രാം ആണ് വെയിറ്റ്, ഒരു ആവറേജ് വെയിറ്റ് ഒരു സാധാരണക്കാരന്. ജനിക്കുമ്പോൾ അതിന് വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ അത് വലുതാവും. അതായത് വലുതായി സാധാരണ സൈസിലെത്തും അഡൽട്ട് ലൈഫിലോട്ടാകും. അപ്പോൾ ഒരു കിഡ്നിയിലും ഒരു ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ ഫിൽറ്റേഴ്സിനെ പറയുന്ന നെഫ്രോൺ എന്നാണ് പറയുന്നത്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു സൈഡ് കിഡ്നിയും കാണാം, ഒരു സൈഡ് നെഫ്രോണും കാണാം. ഈ കിഡ്നിയിൽ ഈ നെഫ്രോൺസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഈ ലോകത്ത് ജീവിക്കണേ നെഫ്രോൺ ഇല്ല ജീവിക്കാനൊക്കത്തില്ല. ഈ നെഫ്രോൺ ചെയ്യുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന്, അതായത് സസ്റ്റൈനബിലിറ്റി ഓഫ് ലൈഫ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദീസ് നെഫ്രോൺസ്. When these nephrons fail, everything fails in the body. The body cannot sustain life and it will die. So what basically it is that we may be born with 200,000 or 2 lakhs nephrons or 20 million nephrons depending upon your genetic makeup. So in some people, that is, women become diabetic during pregnancy, or women may have high blood pressure during pregnancy, or they may develop some infection during pregnancy, or they may be malnourished. വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും. ആഹാരത്തിന് മാർഗ്ഗമില്ലാത്ത എത്രയോ പാവപ്പെട്ടവരുണ്ട് പ്രഗ്നൻ്റ് ആകും. നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഹെൽത്തി ബേബീസിനെ അല്ല അവർ ഡെലിവറി ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് കിഡ്നി ഡിസീസ് അപ്പം തന്നെ ജനിച്ചപ്പോൾ തന്നെ ഉണ്ടാകാം. അങ്ങനെ ജനിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ അഡൽട്ട്ഹുഡിൽ വരുമ്പോഴാണ് അവർക്ക് ഹൈ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും വേറെ അബ്നോർമാലിറ്റീസും ഒക്കെ കാണുന്നത്. വൂമ്പിൽ തന്നെ, അതായത് ഒരു അമ്മയുടെ ഗർഭത്തിൽ തന്നെ കുഞ്ഞ് ഉരുവാകുമ്പം തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസും അല്ലെ അതിനുള്ള സപ്പോർട്ട്സ് കൊടുത്തു തുടങ്ങണം. ദാറ്റ് ഈസ് വെയർ ന്യൂട്രീഷ്യസ് ഫുഡ് ടേക്സ് പ്ലേസ്. പക്ഷേ ഇടയ്ക്കൊന്ന് യു സെഡ് അബൌട്ട് ദ ജനറ്റിക് ആൻഡ് ന്യൂറോൺസിൻ്റെ ബന്ധം. അതെ, നമ്മൾ ഇന്ത്യക്കാർ സാധാരണ ചെറിയ സൈസുള്ള മനുഷ്യരാണ്.
ഒത്തിരി വലിയ സൈസുള്ളവരുമുണ്ട്, എനിക്ക് 5 അടി 15 ഇഞ്ചുണ്ട്, പക്ഷേ സാധാരണക്കാർക്ക് അത്രയില്ല. അതായത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ടായിരിക്കും ജനിച്ച്, നമ്മുടെ ബർത്ത് വെയ്റ്റ് കുറച്ചായിരിക്കും, അതിൻ്റെ അനുസരിച്ചാണ് കിഡ്നി ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കിഡ്നി സൈസ് ചെറുതായിരിക്കും, അത് വളർന്ന് വലുതാവും അഡൽട്ട് ലൈഫിലാകുമ്പം. പക്ഷേ ഒരു വെള്ളക്കാരനേക്കാളിലോ ഒരു കറുത്ത വർഗ്ഗക്കാരനേക്കാളിലോ നമ്മുടെ കിഡ്നി ചെറുതാണ്. ആ ചെറിയ കിഡ്നിയിൽ സ്മോളർ നമ്പർ ഓഫ് നെഫ്രോൺസേ ഉള്ളൂ. ആ സ്മോളർ നമ്പർ ഓഫ് നെഫ്രോൺസ് ഹാവ് ടു ഡു ദ വർക്ക് ടു സസ്റ്റെയിൻ അവർ ലൈഫ് ഫോർ എ ലോങ് ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരിലും നമുക്ക് നെഫ്രോൺസ് കുറവാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ജനറ്റിക് മേക്കപ്പ്. അവിടെ ഡോക്ടർ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചോദ്യം, ഇത് വെയ്റ്റ് ഗെയിനിങ്ങും ഈ നെഫ്രോൺ ഫങ്ഷനുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. അതായത് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ബർത്ത് വെയ്റ്റ് കുറവാണെങ്കിൽ അവരുടെ കിഡ്നി സൈസ് കുറവാണ്, അവർക്ക് നെഫ്രോൺസ് കുറവാണ്. അങ്ങനെയുള്ളവർ അഡൽട്ട് ആകുമ്പോഴത്തേക്ക് അവർക്ക് ബ്ലഡ് പ്രഷർ കൂടും, അവർക്ക് ഡയബറ്റീസ് വരും, അവർക്ക് എയർലി കിഡ്നി ഫെയിലിയർ വരാം. അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിറ്റർമിനൻ്റ് ആണ്. ബർത്ത് വെയ്റ്റ് ഡിസൈഡ്സ് ഹൗ യുവർ കിഡ്നി ഈസ് ഗോയിങ് ടു ബിഹേവ് ഇൻ ഫ്യൂച്ചർ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി, ശുശ്രൂഷ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. യേശുവിൻ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ, വ്യാഴം വെള്ളി ശനി ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നു.